ഡേറ്റ ഫ്ലോ മോഡലിംഗ് ആണ്. ഓക്കെ, സോ 4:1 മക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം 4:1 മക്സ് എന്ന് പറയുമ്പോഴത്തേക്കും വീനോ 4:1 ഡേറ്റ ഫ്ലോ മോഡലിംഗ് ആണ് പോകുന്നത്. സോ 4:1 മക്സിൻ്റെ അകത്ത് 4 ഇൻപുട്സ് ഉണ്ടെന്ന് നമുക്കറിയാം. അതേപോലെ തന്നെ 2 സെലക്ട് ലൈൻസ്, 4 ഇൻപുട്ട്, 2 സെലക്ട് ലൈൻസ് ഉണ്ട് ആൻഡ് സിംഗിൾ ഔട്ട്പുട്ട്, 1 ഔട്ട്പുട്ട് അല്ല, ഇത്ര നമുക്ക് ഓൾറെഡി അറിയാം. സോ ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ ഓർക്കുന്നുണ്ടോ? ഔട്ട്പുട്ടിന്റെ ഇക്വേഷൻ അതും ഓർക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ട്രൂത്ത് ടേബിൾ വരച്ചാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എടുക്കാനായിട്ട് പറ്റും. സോ പ്രൊവൈഡഡ് S0 S1 അതേപോലെ തന്നെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഔട്ട് ആണെങ്കിൽ, ഓക്കെ, സോ I0 I1 I2 I3 I4 ആർ ദ ഇൻപുട്സ് ആണെന്ന് വിചാരിക്കുക. അപ്പം ഞാനിപ്പം എഴുതിയിരിക്കുന്ന ഇക്വേഷൻ കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ വരയ്ക്കുന്നതാണ്. 0 0 0 0 0 1 1 0 and 1 1. സോ 0 0 വരുമ്പോഴത്തേക്കും I0 ഔട്ടിലേക്ക് വരുന്നു, 0 1 വരുമ്പോഴത്തേക്കും I1 I2 then 1 1 വരുന്ന സമയത്ത് I3 ഔട്ടിലേക്ക് വരുന്നു. സോ ദിസ് ഈസ് ദ വർക്കിംഗ്. സോ അത് വെച്ചിട്ടാണ് നമ്മൾ ഇക്വേഷൻ എഴുതുക. ഔട്ട് ഈസ് ഈക്വൽ ടു S0 bar S1 bar I0 പ്ലസ് S1 bar, S0യുടെ വാല്യൂ 1, സോ S1 bar S0 I1 പ്ലസ് S1, കാണുന്നുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് ഒന്നുകൂടെ പറയാം സംശയം ഉണ്ടെങ്കിൽ. ഇത് ഇക്വേഷൻ നമ്മൾ ഓൾറെഡി ഡിജിറ്റലിൽ പഠിച്ചതാണ്, മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി മാത്രം ഞാൻ പറയുന്നതാണ്. ഓക്കെ, സോ ഇക്വേഷൻ ഫോർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? S1ന്റെ വാല്യൂ S0യുടെ വാല്യൂ എന്ന് പറയുന്നത് 0 0. സോ S1 bar S0 bar along with I0യുടെ വാല്യൂ വാട്ട് എവർ ഇസ് I0 വാല്യൂ അതായിരിക്കും ഔട്ടിലേക്ക് പോവുക. സോ S1 bar S0 bar ഔട്ടിന്റെ വാല്യൂ ഇസ് I0. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ ദിസ് കോമ്പിനേഷൻ, അല്ലെങ്കിൽ ദിസ് കോമ്പിനേഷൻ, അതാണ് ഔട്ടിലേക്ക് വരിക അല്ലേ? സോ ദാറ്റ് പ്ലസ് ഓർ എന്ന് പറയുമ്പോഴത്തേക്കും പ്ലസ് ആണ് നമ്മൾ ലോജിക് സിമ്പിൾ ആയിട്ട് നമ്മുടെ ഒറിജിനൽ നമ്മളുടെ എക്സ്പ്രഷനിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ദെൻ S1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആകുമ്പോഴത്തേക്കും S1, ദെൻ S0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്. സോ സോറി, S1ന്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. സോ S1 bar S0യുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് S1. സോ S1 bar S0, ദെൻ I1ന്റെ വാല്യൂ കൂടെ വരണം അല്ലേ? സോ S1 bar S0 I1, ആദ്യത്തെ പ്ലസ് കഴിഞ്ഞു, എഗെയിൻ ഒരു പ്ലസും കൂടെ വരും. ഓക്കെ, ദെൻ തേർഡ് കോമ്പിനേഷൻ അല്ലെങ്കിൽ നെക്സ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഏതാണ്? S1ന്റെ വാല്യൂ ഇസ് 1 which is S1, S0യുടെ വാല്യൂ ഇസ് 0 which is S0 bar, ദെൻ ഔട്ടിന്റെ ഔട്ട് which means I2ന്റെ വാല്യൂ ആണ് ഔട്ടിലേക്ക് വരിക. സോ S1 S0 bar I2 plus last combination in which S1 and S0യുടെ values are 1. So S1 S0 I3 എന്ന് പറയുന്നതാണ് ഔട്ട് അല്ലേ? സോ ഈ 4 കോമ്പിനേഷൻ ചെയ്യുന്നതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ടിലേക്ക് മക്സിന്റെ ഇക്വേഷൻ ആയിട്ട് വരുന്നത്. നമ്മുടെ ഒറിജിനൽ ഇക്വേഷൻ നമ്മൾ ഡിജിറ്റലി പഠിച്ചിരിക്കുന്ന സെയിം ഇക്വേഷൻ, ആ ഇക്വേഷനെ കുറിച്ചാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, സോ ആ സെയിം ഇക്വേഷൻ ജസ്റ്റ് ദേ ഇവിടെ നമ്മൾ അതിൻ്റെ കറസ്പോണ്ടിങ് ലോജിക്കൽ ആയിട്ടുള്ള ഓപ്പറേറ്റർ വെച്ച് റീപ്ലേസ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ ആദ്യം നമ്മൾ പറഞ്ഞിരുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? S1 bar S0 bar I0. ഓക്കെ, സോ അതിന് പിന്നെ പോർട്ട് ഒന്ന് ഡിക്ലെയർ ചെയ്തിട്ട് തിരിച്ചു വരാം. സോ മൊഡ്യൂളിന് സം നെയിം കൊടുക്കുന്നു, ദെൻ ലിസ്റ്റ് ഓഫ് പോർട്ട്സ് ഔട്ട്പുട്ട് I0 I1 I2 I3 ആർ ദ ഇൻപുട്ട്സ്, S1 S0 ആർ ദ സെലക്ട് ലൈൻസ് അല്ലേ? സോ ഇതിന് ശേഷം നമ്മൾ അതിനെ ഡിക്ലെയർ ചെയ്യുന്നു. ഔട്ട്പുട്ടായിട്ട് ഔട്ട് മാത്രമേ ഉള്ളൂ, ദെൻ ഇൻപുട്ട്സ് I0 I1 I2 I3 S1 S0. ഇതിന് ഒരുമിച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡിക്ലെയർ ചെയ്യാം, 2 ലൈനായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത് യാതൊരു നിർബന്ധവും ഇല്ല. ഓക്കെ, നൗ കമ്മിങ് ബാക്ക്, അസൈൻ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു ഇക്വേഷൻ, സം ലോജിക് ഇക്വേഷന്റെ കറസ്പോണ്ടിങ് വാല്യൂ എന്ന് പറയുന്നത് അല്ലെങ്കിൽ റിസൾട്ട് എന്ന് പറയുന്നത് ഈ സ്റ്റോർഡ് ഇൻ ടു സം വേരിയബിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അസൈൻ സ്റ്റേറ്റ്മെന്റ് ആണ് നമ്മൾ ഉപയോഗിക്കുക. സോ അസൈൻ ഇസ് ദ കീവേഡ്. സോ ഔട്ട് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ടിന്റെ വേരിയബിൾ വാല്യൂ എന്താണോ, സോ ഹിയർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ഔട്ട് എന്ന് പറഞ്ഞ പേരാണ് കൊടുത്തിരിക്കുന്നത്. സോ ദാറ്റ് സെയിം നെയിം തന്നെ നമ്മളിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. ഓക്കെ, ഇനി ഇക്വേഷൻ ജസ്റ്റ് എങ്ങനെ എഴുതുന്നതെന്ന് ഒരെണ്ണം ഒന്ന് നോക്കാം. സോ S1 bar S0 bar I0, അതിനെ കറസ്പോണ്ടിങ് ഓപ്പറേറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. S1 bar, അപ്പം നോട്ട് ഓഫ് S1, ദെൻ
ഇവിടെ this means s1 bar s0 bar എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ and is occurring between s1 bar and s0 bar അല്ലേ. സോ അതുകൊണ്ട് and ന്റെ ഓപ്പറേറ്റർ സിമ്പിൾ is ampersand, then s0 bar which means not of s0. Okay, then s0 bar i0 means s0 bar and i0 എന്നാണ് അതിന്റെ അർത്ഥം അല്ലേ. സോ ഇതിന്റെ കറസ്പോണ്ടിങ് ലോജിക്കൽ ഓപ്പറേറ്റർ വെച്ച് റീപ്ലേസ് ചെയ്യുന്നതാണ് ഞാനിപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നത്. സോ ആംപർസൻഡ് ഇസ് ദ സിമ്പിൾ, ദെൻ i0 എന്ന് പറയുന്നത് അങ്ങനെ തന്നെ നമുക്ക് എഴുതാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് നമ്മുടെ ലോജിക്കൽ എക്സ്പ്രഷൻ്റെ അകത്തെ ഫസ്റ്റ് ആയിട്ടുള്ള ടേമിനെയാണ് ഇപ്പം ഞാൻ എഴുതിയിരിക്കുന്നത്. സോ അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ബാക്കിയുള്ളത് ഇതേപോലെ തന്നെയാണ്, വേറെ വേരിയേഷൻസ് ഒന്നും തന്നെ വരുന്നില്ല. ഓർ എന്ന് പറയുമ്പോഴത്തേക്കും സോ ദിസ് പ്ലസ് ബാക്കിയുള്ള 3 ടേംസ് ആണ് നമുക്ക് വരിക അല്ലേ. സോ അപ്പോൾ ഇവിടെ പ്ലസ് എന്ന് പറയുന്നതിന് പകരം നമ്മുടെ ഓറിന്റെ ലോജിക്കൽ ഓപ്പറേറ്റർ നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ദിസ് ഈസ് ദ സിമ്പിൾ ഓറിന് വേണ്ടിയിട്ട്. ഓക്കെ, സോ ഇതേപോലെ മിച്ചമുള്ള 3 ടേംസും കൂടെ ഇപ്പം നമ്മൾ ആ പറഞ്ഞിരുന്ന 3 ടേംസും കൂടെ എഴുതുക എന്ന് മാത്രമാണ് ഇതിൻ്റെ അകത്ത് വരാനായിട്ടുള്ളത്. സോ അപ്പം ബാക്കി ഇത് ക്ലിയർ ആണോ എന്ന് പറയാവോ, അതോ ബാക്കിയും കൂടെ ബാക്കിയുള്ള 3 എണ്ണം കൂടെ എഴുതണമെന്നൊന്ന് പറയാവോ? പാർവതി ക്ലിയർ ആണോ, അതോ ബാക്കിയുള്ള 3 എണ്ണോട് പറയണോ? ആൽവിൻ ക്ലിയർ? ഓക്കെ.